എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കു അവനാണെങ്കിൽ ആ സോൾജേഴ്സിനെ ഓരോരുത്തരായിട്ട് തല്ലി കൊല്ലുകയാണ്. ജനറൽ ആണെങ്കിൽ ആ ഒരു ബേസ്മെന്റ് തകർത്ത് ഗോക്കുവെ അത് ലോക്ക് ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ യഥാർത്ഥ ടെറർ സ്വഭാവം അത് ആ ജനറലിന് മുൻപിൽ തന്നെ കാണിക്കും. അവൻ ആ ജനറലിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അവന്റെ അടുത്തേക്ക് ഉരുണ്ടു വന്ന ആ 2 ഡ്രാഗൺ ബോൾസ് അത് അവൻ അടിച്ചു മാറ്റും. തനിക്ക് ആ ഡ്രാഗൺ ബോൾസ് എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച അവന് വെല്ലുവിളിയായിട്ട് ഗോക്കു അവിടേക്ക് കടന്നു വരും. അതിനുശേഷം അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഗോക്കുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ഗോക്കുവിന് കാര്യം പിടികിട്ടി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. പക്ഷേ അസിസ്റ്റന്റ് ആണെങ്കിൽ വലിയൊരു റോബോട്ടിനകത്തേക്ക് കയറി ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അത് ഗോക്കു ആണ്. അവനെ തോൽപ്പിക്കാൻ അവനെ കൊണ്ടാവില്ല. ഗോക്കു ആണെങ്കിൽ ആ ഒരു റോബോട്ടിനെ പൂർണ്ണമായിട്ടും തകർത്തില്ലാതാക്കും. അതിനുശേഷം 6 ഡ്രാഗൺ ബോൾ അത് തിരികെ പിടിക്കും. അവനെ റഡാർ ചെക്ക് ചെയ്യും. 7ാമത്തെ ഡ്രാഗൺ ബോൾ അത് അതിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ അത് ഈ റഡാറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. എത്രയും വേഗം കാമേ ഹൗസിലേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞ് അവൻ തിരികെ പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് ആരോ അവനെ വിളിക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അത് മറ്റാരോ അല്ല, നമ്മുടെ ആൾക്കാർ. ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവരുടെ അടുത്തേക്ക് വരും. അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവരോട് പറയും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരു ചിണുങ്ങു പയ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അത്രയും വലിയ ആർമി ഫോഴ്സിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അത് കണ്ടു മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് വരും. മാസ്റ്റർ റോഷി ആണെങ്കിൽ കാര്യമായിട്ട് ആളുടെ മീശയും താടിയൊക്കെ മെനിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബുൽമയാണെങ്കിൽ ആ ഡിവൈസ് ചെക്ക് ചെയ്യും. പക്ഷെ കാര്യമായിട്ട് പ്രശ്നമൊന്നും അവൾക്ക് അതിൽ കാണാൻ കഴിയില്ല. ഞാൻ മുഴുവനായിട്ട് ചെക്ക് ചെയ്തു, ഇതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഗോക്കു ആണെങ്കിൽ തീർത്തു പറയും, ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. അതിലെ അവസാനത്തെ ബോൾ അതെവിടെയാണെന്ന് കാണിക്കുന്നില്ല. അതിന് ബുൽമ പറയും, ചില സമയങ്ങളിൽ ആ ബോൾ അതിന്റെ ഫ്രീക്വൻസി കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള 6 ബോളുകൾ അത് നിരത്തി വെക്കും. അതിനുശേഷം അതിലേക്ക് തന്നെ നോക്കും. എനിക്ക് ആ 7ാമത്തേതും കൂടെ കിട്ടിയേ പറ്റൂ. കാരണം ഞാൻ ആ കുഞ്ഞിപ്പെണ്ണിന് വാക്ക് കൊടുത്തതാണ് അവളുടെ പപ്പയെ തിരികെ പിടിക്കുമെന്ന്. എന്ത് വില കൊടുത്തും എനിക്കത് പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കും. അപ്പോഴായിരിക്കും മാസ്റ്റർ പറയുക, ദൂരത്തായിട്ട് ഗ്രീസ് ഭാഗത്ത് ഒരു വലിയ മാൻഷൻ ഉണ്ട്. അവിടെയുള്ള ഒരു പ്രിൻസസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. എനിക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ ഞാൻ അവരോടാണ് ചോദിക്കാറ്. അവര് വലിയൊരു പാലസിലാണെന്ന് പറഞ്ഞ് ഒരു മാപ്പ് കാണിച്ചു കൊടുക്കും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഫുൾ ഓൺ ആവും. നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോയി ആ ഫൈനൽ ഡ്രാഗൺ ബോൾ അത് എവിടെയാണെന്ന് അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഹാൻസം ബോയും ഗോക്കുവും റാബിറ്റും മൊട്ടപ്പനും അവരിപ്പോൾ പോകാനായിട്ട് തയ്യാറാവുകയാണ്. ബുൽമയാണെങ്കിൽ ഹാൻസം ബോയോട് പറയും, എനിക്ക് ഒരു ഫ്ലൈറ്റിന്റെ പില്ല് വേണം. എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് തിരികെ പോകണം. അതിനവൻ പറയും, അതൊക്കെ നമുക്ക് വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ കടന്നു പോകും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ കാടും മലയൊക്കെ താണ്ടി മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ആ ഒരു യാത്ര ശരിക്കും എൻജോയ് ചെയ്യാണ്. അപ്പോൾ ദൂരത്തായിട്ടൊരു പട്ടണം കാണിക്കും. അവരുടെ ഫ്ലൈറ്റ് അത് പതിയെ അവിടെ ഇറക്കും. ഗോക്കുവും നമ്മുടെ ആൾക്കാരും എല്ലാവരും ആ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പലരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫാമിലി ആയിട്ട് നടന്നു പോകുന്നു. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കും. ഫ്ലൈറ്റിലാണെങ്കിൽ ഒരാൾ ഇന്ധനം അടിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും. വാവ്, ഐസ്ക്രീം, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് എടുത്തു ചാടും. അടുത്ത നിമിഷം അവന്റെ മൂഡ് കയറുകയാണ്. ഹാൻസം ബോയും മൊട്ടപ്പനും നമ്മുടെ റാബിറ്റും എല്ലാവരും അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ പിടിച്ചു നിർത്തും. നീ ഇത് കാണുന്നില്ലേ, നിന്റെ ഡ്രസ്സ് അത് എല്ലാ ഭാഗവും ഡാമേജ് ആയിരിക്കുകയാണ്. അതിന് ഗോക്കു പറയും, ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റിലാണ് ഇതൊക്കെ സംഭവിച്ചത്. എനിക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇതുപോലത്തെ തന്നെ ഡ്രസ്സ് വേണം. അതിന് ബോയ് ആണെങ്കിൽ അവനുമായിട്ട് ഒരു ഷോപ്പിലേക്ക് പോവാണ്. നിനക്ക് ഈ ഡ്രസ്സ് അത് മാറ്റണം, നല്ലൊരു ഡ്രസ്സ് ഞാൻ നിനക്ക് സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഗോക്കുവിന് പുതിയൊരു ഡ്രസ്സ് കൊടുക്കും. ഇട്ടും നിക്കറും തൊപ്പിയൊക്കെ ഇട്ട് ഗോക്കു അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഹാൻസം ബോയും മൊട്ടപ്പനും ബിറ്റിനും അവരവരുടെ ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. അവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഗോക്കുവിനാണെങ്കിൽ കലി കയറി വരും. എന്നെ കൊണ്ട് പറ്റില്ല ഇതുപോലുള്ള ഡ്രസ്സ് ഇടാനെന്ന് പറഞ്ഞ് അവൻ ദൂരിക്കളയും. ഗോക്കു അവൻ്റെ പഴയ ഡ്രസ്സ് അത് ആ ടൈലറിന് കാണിച്ചു കൊടുക്കും. എനിക്ക് ഇതുപോലൊരു ഡ്രസ്സ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരണം. ടൈലർ ആണെങ്കിൽ ആ ഒരു ഡ്രസ്സ് അത് വളരെ കാര്യമായിട്ട് നോക്കും. ഇതാണോ നീ ഡെയിലി ഇടാറുള്ളത്? ഗോക്കു പറയും, അതെ, ഇതെനിക്ക് ഒരുപാട് കംഫർട്ട് തരുന്ന എൻ്റെ സ്വന്തം ഡ്രസ്സാണ്. ഇതുപോലൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. അതിനൊക്കെ പറഞ്ഞ് ആൾ അതിൻ്റെ വർക്ക് ആരംഭിക്കും. ടൈലർ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി അതൊക്കെ നീട്ടിവെച്ച് സ്റ്റിച്ചിങ് ആരംഭിക്കുകയാണ്. ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തുന്നു പറഞ്ഞ് നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് വരും. അതിനുശേഷം അവർ ആ പട്ടണമൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. ഗോക്കു ആണെങ്കിൽ അവരോട് പറയും, ഞാൻ വളരെ വേഗം തിരികെ വരാം. എനിക്ക് ആ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അവൾ ആ കാട്ടിൽ ഒറ്റയ്ക്കാണ്. അതിന് ഹാൻസം ബോയ് പറയും, ഒരുപാട് നേരം വൈകരുത്, 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് കടന്നു പോകണം. അതിന് ഗോക്കു ഓക്കെ പറഞ്ഞ് അവന്റെ ഫ്ലൈയിങ് നിംബസിനെ അവിടേക്ക് വിളിക്കുകയാണ്. അവൻ അതിൽ കയറി ഇപ്പൊ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോകും. ഫ്ലൈയിങ് നിംബസിൽ അവൻ റെസ്റ്റ് ചെയ്യാണ്. കുറച്ചു നേരം ഉറങ്ങി കാടിനോട് അടുത്തെത്തുമ്പോൾ അവൻ എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം അവൻ കറക്റ്റായിട്ട് ആ ഒരു ടെന്റിന്റെ അടുത്ത് വന്ന് ലാൻഡ് ആവും. അവനാണെങ്കിൽ ആ ടെന്റിലേക്ക് നോക്കി ഇപ്പോൾ അവളുടെ പേര് വിളിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ല. ഗോക്കു
ഗോക്കു ആണെങ്കിൽ അല്പം കൂടെ ഉച്ചത്തിൽ വിളിക്കും. അപ്പോഴായിരിക്കും ആ ടെന്റിന്റെ അകത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണുക. അവളെ കാണേണ്ട താമസം ഗോക്കുവിന് ഒത്തിരി സന്തോഷം. ഗോക്കുവെ കണ്ട് അവൾക്കും ഒരുപാട് സന്തോഷം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് ഓടി വരും. അവർ രണ്ടുപേരും കണ്ട സന്തോഷത്തിൽ ഹഗ് ചെയ്യാണ്. അവളാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. നിന്നെ കാണാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. നിനക്ക് ആ ഡ്രാഗൺ ബോൾസ് അത് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? അതിന് ഗോക്കു പറയും, അത് മുഴുവനായിട്ടും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. 7 എണ്ണത്തിൽ 6 എണ്ണം ഞാൻ കളക്ട് ചെയ്തു. അവസാനത്തെ 1 അത് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. ഇത് ഞാൻ തന്ന പ്രോമിസ് അത് ഉറപ്പായാലും ഞാൻ പാലിക്കും. തീർച്ചയായിട്ടും നിന്റെ പപ്പയെ നമ്മൾ തിരികെ പിടിക്കും. അവസാനത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് എൻ്റെ ഫ്രണ്ട്സും. സോ നിന്നെ കൂടെ ആ ഒരു യാത്രയിൽ പാർട്ടിസിപ്പൻ്റ് ആക്കാൻ പോവുകയാണ്. സോ നീ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞ് അവളുമായിട്ട് ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് പോവും. അവളാണെങ്കിൽ ദൂരേക്ക് നോക്കും. അവൾ ആദ്യമായിട്ടാണ് അവളുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത്. അവൾ ആ കാര്യം ഗോക്കുവിനോട് പറയും. അതിന് ഗോക്കു അവളെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. എപ്പോഴും നിനക്ക് ഞാൻ കൂടെ ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ നിറവേറ്റുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഹാൻസം ബോയുടെയും ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. ഗോക്കു ആണെങ്കിൽ അവളെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഹാൻസം ബോയ് ആണെങ്കിൽ ഗോക്കുവിന്റെ പുതിയ ഡ്രസ്സ് അത് അവന് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ യാതൊരു നാണോ മാനോ ഇല്ലാതെ അവിടുന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോകു നീ എന്തായി ചെയ്യണേ? നീ അത് കാണുന്നില്ലേ? മറ്റുള്ളവരെല്ലാവരും നിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഒരു കാരണവശാലും നീ പബ്ലിക്കായിട്ട് മാറാൻ പാടില്ല. പക്ഷെ ഗോകു അത് മൈൻഡ് പോലും ചെയ്യാതെ അവിടെ വെച്ച് പബ്ലിക്കായിട്ട് അവനവൻ്റെ ഡ്രസ്സ് അത് ചേഞ്ച് ചെയ്യും. പുതിയ ആ ഡ്രസ്സ് അത് അവന് ഒരുപാട് ഇഷ്ടമാവും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി അവരെല്ലാവരും ഇതിലൊക്കെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് ആ ഫ്ലൈറ്റിൽ കയറി ഇപ്പൊ വീണ്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്ന് നീങ്ങുകയാണ്. അവർ അല്പദൂരം മുൻപോട്ടേക്ക് പോകും. അടുത്ത നിമിഷം വലിയ ചുഴലിക്കാറ്റിൽ അവരുടെ ഫ്ലൈറ്റ് പെട്ടുപോവാണ്. അവരതിൽ നിന്ന് പുറത്തേക്ക് വരും. നല്ല ഫോഴ്സിൽ ഇടിയും മിന്നലും ഒക്കെ ആഞ്ഞടിക്കും. സംഭവമാണെങ്കിൽ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിയെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ദൂരത്തായിട്ട് കുറച്ച് പേര് കൂടുന്നെന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നത് കാണും. അവരോട് ഹെൽപ്പ് ചോദിക്കും. ഉടനെ ഒരു തൊപ്പിക്കാരൻ അത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ തൊപ്പിക്കാരനാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. നിങ്ങളൊരല്പസമയം ഇവിടെ വെയിറ്റ് ചെയ്യും. എനിക്ക് ആദ്യം കുറച്ചു പേരെ അവിടേക്ക് കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തുണ്ടായിരുന്ന മല്ലന്മാരെ അത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അടുത്ത നിമിഷം അവരുടെ ഉച്ചത്തിലുള്ള നിലവിളിയായിരിക്കും ഇപ്പം നമ്മുടെ ആൾക്കാർ കേൾക്കുക. അവരാണെങ്കിൽ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. ഹാൻസം ബോയ് ആണെങ്കിൽ തൊപ്പിക്കാരനോട് വളരെയധികം പേടിയോടുകൂടെ ചോദിക്കും, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? അവർക്കെല്ലാം എന്താ പറ്റിയേ? അതിനാ തൊപ്പിക്കാരൻ പ്രത്യേകിച്ച് മറുപടി പറയാതെ അവരോട് അകത്തേക്ക് കടന്നു വരാൻ പറഞ്ഞ് അവനിപ്പോ അകത്തേക്ക് പോവാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരും അതിനെ ഫോളോ ചെയ്ത് പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിയോടുകൂടെ അകത്തേക്ക് പോകും. ഒരു വലിയ അറയിൽ എത്തുമ്പോൾ അവര് കാണാൻ ആഗ്രഹിച്ച ആ ലേഡി അതിപ്പോ താഴേക്ക് വരും. ഗോകു ആണെങ്കിൽ അവന്റെ ആവശ്യം ആ ലേഡി അറിയിക്കും. അതിനാൽ ലേഡി പറയും, തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷേ എനിക്കതിന് റെമ്യൂണറേഷൻ അത് ആവശ്യമാണ്. 10 മില്യൺ സെന്റ് അതാണ് എനിക്ക് ആവശ്യം. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ഗോകുവിനാണെങ്കിൽ അത് എത്ര പണമാണെന്ന് പോലും അറിയില്ല. ഉടനെ ഹാൻസം ബോയ് അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ അത്രയും പണമില്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അതിനാൽ ലേഡി ആണെങ്കിൽ അവരുമായിട്ട് അല്പദൂരം മുൻപോട്ടേക്ക് നടക്കും. അതിനുശേഷം അവരോട് പറയും, നിങ്ങൾക്ക് മുൻപിൽ ഞാനൊരു ഡീൽ വെക്കാം. എൻ്റെ കുറച്ച് ആൾക്കാരെ അസിസ്റ്റൻസിനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ തോൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളുടെ വിഷ് അത് ഞാൻ സാധിച്ചു തരാം. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പണം അതെനിക്ക് കിട്ടണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഫൈറ്റിൽ അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ഫുൾ സ്ട്രോങ് ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.